ഹലോ എവരിവൺ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? ഞാനിപ്പോൾ ഇന്നപ്പോൾ ആലോചിച്ചു, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ഞാനാണെങ്കിൽ സിംഗിളുമാണ്. അപ്പോൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടു. ഇന്ന് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയത് ഡെയറി മിൽക്കിൻ്റെ പരസ്യമാണ് കേട്ടോ. ഡെയറി മിൽക്കിൻ്റെ പരസ്യത്തിൽ ഇപ്പോൾ പുതിയൊരു ഹാർട്ടിൻ്റെ രൂപത്തിലുള്ള സാധനം ഇറക്കിയിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേരൊക്കെ അത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ടു മൈ വാലന്റൈൻ, ഫ്രം മൈ വാലന്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കെന്തായാലും ഇത് കിട്ടാൻ പോണില്ല, പക്ഷേ എനിക്കിതായിരിക്കും കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ഞാനാണെങ്കിൽ സിംഗിളും ആണല്ലോ. അപ്പോഴാണ് ഞാൻ ഇന്ന് ആലോചിച്ചു, എന്തുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഇത് കൊടുത്തുകൂടാ. എനിക്കറിയാം, കാരണം അവൾ എൻ്റെ അടുത്ത് പേഴ്സണലി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അവൾ സിംഗിളാണെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തുകൂടിയത് ആസ് മൈ ലവ് ടു മൈ സിസ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് വാങ്ങി ചിന്നുവിന് കൊടുക്കുന്നതാണ്. ഓക്കെ. One eternity later. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ പുറത്ത് പോയി ചിന്നുവിന് വാങ്ങാനുള്ള വാങ്ങി. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിലിരുന്ന്. റൂമിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സർപ്രൈസ് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഇത് കൊണ്ടുപോകാൻ വെച്ചാൽ കുഴപ്പമുണ്ടായില്ലല്ലോ. പപ്പേ, ഇതെന്താണിത്? ഇത് നമുക്കൊരു ഗിഫ്റ്റാണ്. വാലന്റൈൻസ് ഡേ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമല്ല ഈ വീട്ടിൽ സർപ്രൈസ് വെച്ചേക്കണത്, പപ്പയും സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ഈ ബുദ്ധിയുടെ ഉറവിടമെന്ന്. അപ്പോൾ നമുക്ക് ചിന്നുവിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അപ്പം നമ്മളിപ്പോൾ ചിന്നുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചിന്നു, എന്താണ് പഠിക്കാനാ? ഇന്നെന്താടി ദിവസം? എന്താ അച്ചട്ടോ? ഇനി നിനക്ക് ആരും ഗിഫ്റ്റ് തന്നില്ല എന്നുള്ള വിഷമം വേണ്ട ഫോൺ എടുക്കുമ്പോൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അതിപ്പോൾ ഒരു 3-4 ദിവസമായി വാങ്ങിയിട്ട്. അതിലെന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്, ഇന്ന് നോക്ക്. ആ കൊള്ളാലോ. എന്താ അപ്പം ഞാനും ചിന്നുവും കൂടി ഇപ്പോൾ നിങ്ങൾക്കൊരു അൺബോക്സ് വീഡിയോ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഡെയറി മിൽക്കിൻ്റെ ഇത് എന്തുട്ടാണ്, ഹാർട്ട് ലവ് ബ്ലഷ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, അൺബോക്സ് പ്ലീസ്. കെവിൻ ചേട്ടനില്ലേടി, പിന്നെ എന്തിനാ മുത്തേ കെവിൻ ചേട്ടൻ? അതെന്തോ പുള്ളെന്നോ അങ്ങനെ എന്തൊക്കെയോ എന്തായാലോ ഫ്രണ്ടില്. ക്രണ്ടം കാണിക്കാണ്ടിരിക്കേ. സെറ്റ്. പ്യുവർ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ലേ? സെറ്റ്.
ഓ SMR ആണോ? SMR എന്നല്ലല്ലോ. പ്ലേസ് ഫോട്ടോ ഹിയർ. അതെ, സിമ്പിളായിട്ട് ഇപ്പൊ ചെയ്തോണ്ട്. ഇത് പറിച്ചെടുക്കോ? അല്ല അപ്പൊ ഇത് ഓൾറെഡി പറിച്ചിട്ടല്ലേ കൊടുക്ക. അപ്പൊ നമ്മളിങ്ങനെ തുറന്നു പാരന്റ് അല്ല പേറ്റന്റ് പെൻഡിങ് പാർട്സ്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് അടിപൊളിയായിട്ട് മുറിച്ചിരിക്കുന്നു. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇനി സ്ഥലങ്ങളും നമുക്ക് അതിൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു QR കോഡ് ഉണ്ടായി. നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഐഫോണിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പപ്പട ഫോൺ എടുത്തോണ്ട് പോകാം. അപ്പോൾ ചിന്നു ഇപ്പോൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അതിൽ നെയിം കൊടുത്തു, ഇമെയിൽ ID, പിന്നെ നമ്മുടെ നമ്പറും കൊടുത്ത് നമുക്കൊരു OTP വന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമ്മളിത് ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യണോണ്ട് ഞാനിത് എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിത് ചെയ്തിട്ട് അപ്പം നമ്മൾ നമ്മുടെ നെയിമും ഇമെയിൽ IDയും പിന്നെ അതുപോലെ നമ്പർ കൊടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്തു. കണ്ടിന്യൂ നമ്മൾ അവതാർ ഉണ്ടാക്കുവാണ്. അതിൻ്റെ ഒരു ബ്രൗൺ അല്ലേ ഞാൻ ഹെയർ കളർ ബ്ലാക്ക്. ഹെയർ ഷേക്കൊന്നും ഇല്ല എന്നല്ല. ഹെയർ സ്റ്റൈൽ അയ്യോടാ എൻ്റെ പറ്റിയില്ലല്ലോ. സാരില്ല, നെക്സ്റ്റ് അടിച്ചു വിടാം. എൻ്റെ അമ്മേ ബ്ലാക്ക് ഹെയർ കളർ ഹെയർ ആണോ ബ്രൗൺ കൊടുക്കാം. ഹെയർ സ്റ്റൈൽ ഇത് കൊടുക്കാം വേണം പിന്നല്ല. നെക്സ്റ്റ് കൊടുക്കാം. ഇതാരാ ഐ ജസ്റ്റ് കാൻ ഫോർഗെറ്റ് ദ മൊമെന്റ് വെൻ ഐ ഫസ്റ്റ് സോ യു അറ്റ് ദ കഫേ മീറ്റ് യു ഇൻ ദ ലോഞ്ച്. ഫസ്റ്റ് ഓക്കെ, നമ്മളപ്പോൾ വെർച്വലായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡെയറി മിൽക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. എന്താ ചെയ്യുന്നത്? ഈ സംഭവത്തിന് പിങ്ക് കൊടുത്തിരുന്നെങ്കിൽ പൊളിച്ചാണ്. വയലറ്റ് നഗരോ? ഇതിന് ഓ, ഉള്ളിലത്തെ നമ്മുടെ ഗോൾഡ് ട്രാപ്പ്. പിന്നെ അതൊരു സിഗ്നേച്ചർ ഡെയറി മിൽക്കിൻ്റെ ഇതല്ലേ? ഡയറി അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ചിന്നുവിന് വാലന്റൈൻസിൻ്റെ അത് പറിച്ചെടുത്തു. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ചിന്നുവിന് സർപ്രൈസൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു, എൻജോയ് ചെയ്തോ, ആരുടെ പോയിരുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ വരെയും കാണുന്നവരെ ബൈ ഫ്രം മീ ആൻഡ് ചിന്നു. ടാറ്റാ.